ജനാധിപത്യത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര മാധ്യമങ്ങളടക്കം അത്തരം ആശങ്കകൾ പങ്കുവെക്കുകയും ഇന്ത്യ രാജ്യത്തിന്റെ ദുരവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാലും സംഘപരിവാരം ഇപ്പോഴും കടുത്ത ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ്. തങ്ങൾക്ക് 370 സീറ്റും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400 സീറ്റുകളും എന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ കഴിയുമ്പോൾ ഇന്ത്യൻ ജനത അവരോട് പറയുന്നുണ്ടാകും, അതിമോഹമാണ് ഇനിയും ഇவ்விധം പറയുന്നതെന്ന്. കാരണം അത്രമേൽ അവർ ദ്രോഹിച്ചിരിക്കുന്നു ഈ ജനതയെ. രാജ്യവിഭവങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും വമ്പൻ കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ സമർപ്പിച്ച് മഹത്തായ ജനാധിപത്യ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏകാധിപത്യ മനോഭാവത്തോടെ ഇനിയും അധികാരത്തിലിരിക്കാമെന്ന വ്യാമോഹത്തെ ജനം തിരിച്ചറിയാതിരിക്കില്ല. മോദി നയങ്ങൾ തെല്ലൊന്നുമല്ല മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്തിന്റെ വില കളഞ്ഞതും ഇന്ത്യക്കാരുടെ സ്വൈര ജീവിതത്തിന് വിഘാതമായതും. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ജനദ്രോഹം രണ്ടാം ഊഴത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിവേരിളക്കിയ സംഭവമായിരുന്നു നോട്ട് നിരോധനം. ഭീകരർക്ക് സാമ്പത്തിക സഹായം എത്തുന്നത് തടയാനും വ്യാജ കറൻസികളുടെ ഉൽപാദനം അവസാനിപ്പിക്കാനുമൊക്കെ ആണെന്നുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞത് വമ്പൻ കളവായിരുന്നുവെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നോട്ട് നിരോധനത്തിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തു. കർഷകർ ഇത്രയേറെ പൊറുതിമുട്ടിയ കാലം രാജ്യത്ത് ഉണ്ടായിട്ടേയില്ല. കർഷക ആത്മഹത്യകൾ ദിനേന വർദ്ധിച്ചു. ഭരണകൂടം കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തതോടൊപ്പം യാതൊരു ആലോചനയ്ക്കും ഇട നൽകാത്ത വിധം വൻതോതിൽ ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്ത് കർഷകരെ ദ്രോഹിച്ചു. അപ്പോഴും വാഗ്ദാനങ്ങൾക്കൊരു കുറവുമില്ലായിരുന്നു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോഴാണ് 2020-2021 വർഷങ്ങളിലായി 10,897 കർഷകർ കടക്കണിയിലകപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അതിപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചരിത്രത്തിൽ ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത വിധത്തിലുള്ള അഴിമതി, എതിർക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള നടപടി, പ്രതിപക്ഷ ശബ്ദങ്ങളെ അമർച്ച ചെയ്യും വിധം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ മരവിപ്പിക്കുക, മാധ്യമങ്ങളെ വിലക്ക് വാങ്ങി PR വർക്ക് ചെയ്യിപ്പിക്കുക, സത്യസന്ധരായി മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരെ കൂച്ചുവിലങ്ങിടുക, വെറുപ്പും വിദ്വേഷവും പ്രസരിപ്പിക്കുക, മുസ്ലിംകളാദി ദലിത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം അക്രമങ്ങൾ അഴിച്ചുവിടുക, ആരാധനാ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനത്തിനും മതപ്രചാരണത്തിനും വിഘാതമാവും വിധം നിയമങ്ങൾ ഉണ്ടാക്കുക, തൊഴിലവസരങ്ങൾ ശൂന്യമാവുകയും ഇല്ലാത്ത തൊഴിൽ പഴുതുകൾ ഉണ്ടാക്കി അവിടെ കാവ്യവൽക്കരണത്തിനും ചരിത്ര വക്രീകരണത്തിനും മിടുക്കുള്ളവരെ തെരഞ്ഞെടുത്ത് തിരുകി കയറ്റുക. ദ്രോഹങ്ങളുടെ നീണ്ട നിര ഇങ്ങനെ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. തിടുക്കത്തിൽ ഒരു രാമക്ഷേത്രം പണിത് ഏക സിവിൽ കോഡ്, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ ഉമ്മാക്കികൾ കാണിച്ച് അതിനെ വോട്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് മോദിയും അമിത്ഷായും പരിവാരങ്ങളും. പക്ഷേ ജനം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളും വിദഗ്ധരുടെ കൃത്യമായ വിലയിരുത്തലുകളും മോദി പടക്കെ എതിരാണ്. ഇന്ത്യ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിനുള്ള ദിനങ്ങളാണിനി. ഒരൊറ്റ വോട്ടും പാഴാക്കാതിരിക്കുക. ഇന്ത്യ മുന്നണിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളുടെ ഓരോ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികൾക്ക് നൽകുക. മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള മഹായജ്ഞത്തിൽ നമുക്കും പങ്കാളികളാവാം.